ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു ബഗാര റൈസ് നോർത്ത് സ്റ്റൈലിൽ ഉണ്ടാക്കാം. 2-3 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഇൻഗ്രീഡിയൻസും പ്ലസ് നമുക്ക് അതിൻ്റെ അകത്ത് ഷാജീര വേണം, കുരുമുളക് പൊടി വേണം, അതുപോലെ ജിഞ്ചർ പേസ്റ്റ് വേണം. അത് എണ്ണയ്ക്ക് നമ്മൾ കംപ്ലീറ്റ് ഒരു വഴറ്റിയെടുക്കണം. വഴറ്റി നല്ലപോലെ ആയി കഴിയുമ്പോൾ കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് ഇളക്കി അതിൻ്റെ അകത്ത് നമുക്ക് ഇളക്കിയെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ജിഞ്ചർ പേസ്റ്റ് കൂടെ ആഡ് ചെയ്യണം. ഉപ്പ് ആവശ്യത്തിന് ഉപയോഗിക്കുക. അതിനുശേഷം നമുക്ക് ഇളക്കി ഒരു 2 മിനിറ്റിന് ശേഷം ഈ ജിഞ്ചർ പേസ്റ്റ് കൂടി ചേർത്ത് അതിൻ്റെ ആ പച്ചച്ചുവ മാറണം. അതിനുവേണ്ടി നമ്മളത് പച്ചച്ചുവ മാറിയതിന് ശേഷം നമുക്കിനി ഇതിനുള്ള വെള്ളം, അതായത് ഇത് അരി വേകാൻ വേണ്ടി നമ്മൾ നാരങ്ങാനീരും ഇതിൻ്റെ നമ്മൾ ചെയ്യുന്ന വെളിച്ചെണ്ണയും ബേ ലീവ്സും അതുപോലെ നമ്മൾ ബിരിയാണി റൈസിനിടുന്ന ഐറ്റംസ് എല്ലാം കൂടി നമ്മൾ ഇട്ട് തിളപ്പിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കുരുമുളകുണ്ട്, ബേ ലീവ്സുണ്ട്, കറുവപ്പട്ടയുണ്ട്, എണ്ണയും ഇച്ചിരി ഉപ്പുമുണ്ട്. പിന്നെ മൂടി വെച്ച് ചൂടാകണം. ചൂടായതിന് ശേഷം അത് ഒരു സൈഡിൽ ഇങ്ങനെ ചൂടാകുന്ന സമയത്ത് നമുക്ക് ഈ ഫ്രൈ ചെയ്തേക്കുന്ന നമ്മൾ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത് അകത്തോട്ട് നമുക്ക് ഈ കഴുകി വെച്ച അരി ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം. ആ അരി ഫ്രൈ ചെയ്ത് ഒരു 3 മിനിറ്റ് നല്ലപോലെ ഫ്രൈ ആയി കഴിയുമ്പം ഈ അരി നമുക്ക് ഈ തിളച്ചിരിക്കുന്ന റൈസ് കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമ്മൾ ഇപ്പോൾ ഈ വെള്ളം ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ റൈസ് കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് നല്ലപോലെ ഇളക്കി ഇപ്പോൾ ഇത് ചൂടുവെള്ളമാണ്. ഈ ചൂടുവെള്ളം തിളയ്ക്കുകയാണ്. ഇതിൻ്റെ നമ്മൾ നാരങ്ങാനീര് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് കൂടി ഇടയ്ക്ക് വന്നതാണ്, അത് കാണുകയാണ്. നമ്മളിപ്പോൾ നാരങ്ങാനീര് ഒഴിച്ചതിന് ശേഷം നമ്മളിത് ചൂടാകാൻ വെച്ചു. ചൂടായത് കംപ്ലീറ്റ് ഹീറ്റായി. അതിനുശേഷം നമുക്ക് ഈ എടുത്ത റൈസ് നമുക്ക് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് ഫ്രഷായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് റൈസ് കുക്കറിലേക്ക് മാറ്റാം. റൈസ് കുക്കറിലേക്ക് നമ്മൾ അരി ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഫ്രൈ ചെയ്ത റൈസിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരുമിച്ച് ഈ ഹീറ്റായ വെള്ളത്തിൽ, അതായത് ഒരു ബിരിയാണി നമ്മളുണ്ടാക്കുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ മൊത്തം കംപ്ലീറ്റ് ഈ ട്രാൻസ്ഫർ ചെയ്ത് വേഗവാനായിട്ട് നമ്മൾ റൈസ് കുക്കറിലേക്ക് വെക്കണം. അപ്പോൾ നോർമലി നമ്മൾ 2 ഗ്ലാസ് അരിയാണ്. അപ്പോൾ അതൊരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്കത് സെറ്റായി കിട്ടും. ഇത് കൂടുതലും നോർത്തിലുള്ളവർക്ക് ഇഷ്ടമുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാം. ഒരു 3 മിനിറ്റ് വർക്കേ ഉള്ളൂ. 3 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് സ്വാദിഷ്ടമായിട്ട് ബഗാര റൈസ് ഉണ്ടാക്കാം നമുക്ക്. ഇത് ഒരു ഈസി റെസിപ്പിയാണ്. നിങ്ങളും ചെയ്ത് അത് ട്രൈ ചെയ്യണമെന്ന് പറയുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.